അടുത്തത് വൈമാക്സ്, വേൾഡ് വൈഡ് ഇൻട്രോപെറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്ലൂടൂത്തിൻ്റെ ഒരു വലിയൊരു അഡ്വാൻസ്മെൻറ്റ് രീതിയിൽ വേണമെങ്കിൽ പറയാം. കാര്യം ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഗ്യാരണ്ടീസ് ദ ഇൻട്രോപെറബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ വിത്തിൻ എ സ്മോൾ റേഞ്ച്. ഇതെന്താണ്? വിത്തിൻ എ വെരി ലാർജ് റേഞ്ച്, വലിയൊരു ജോഗ്രഫിക്കൽ റീജിയൻ കവർ ചെയ്യുന്ന രീതിയിൽ ഇൻഫോർമേഷനെ എക്സ്ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് വൈമാക്സ്. ഇനി ഇതിലൊരു വേർഡുണ്ട്, ഇൻട്രോപെറബിലിറ്റി. ഇൻട്രോപെറബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ സോഫ്റ്റ്വെയർ ടു എക്സ്ചേഞ്ച് ആൻഡ് മേക്ക് യൂസ് ഓഫ് ഇൻഫർമേഷൻ. അതിപ്പോൾ ചെറിയ റേഞ്ച് ആണെങ്കിൽ നമ്മളത് ബ്ലൂടൂത്ത് എന്ന് പറയും. അത് വലിയ റീജിയണൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് പറ്റുമെങ്കിൽ അതിനെന്ത് പറയാം? വൈമാക്സ് എന്നും പറയാം. ഓക്കെ, ഇനി ഇത് വൈമാക്സ് പറഞ്ഞാൽ വലിയ റീജിയൻ കവറപ്പ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഈസ് ലൈക്ക് ഇറ്റ് കവേഴ്സ് എ വെരി ലാർജ് ഏരിയ. ഇറ്റ് കവേഴ്സ് എ വെരി ലാർജ് ഏരിയ. ഓക്കെ, ആൻഡ് it covers a very large area like metro cities. അതുകൊണ്ട് അതിൻ്റെ പേര് എന്ത് പറയാം? വയർലെസ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നും പറയും. ഇനി വലിയ ഏരിയ കവർ ചെയ്യുന്നതുകൊണ്ട് എന്ത് പറയാം? ഇറ്റ് ഈസ് ലാർജർ ഇൻട്രോ ഓപ്പറേറ്റബിൾ നെറ്റ്വർക്കാണ്. ഇതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ എന്താണ്? അത് ഡേറ്റ സർവീസസ് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ടുകൾ വൈഫൈ ഹോട്ട്സ്പോട്ട് പ്രൊവൈഡ് ചെയ്യും. പിന്നെ എന്തിനായി മെയിൻലി യൂസ് എന്ന് പറയുന്നത് ഇറ്റ് എനേബിൾസ് ദ delivery, the use giving the feature of wireless broadband service for fixed mobile user. ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ മൊബൈൽ യൂസർ ഫിക്സ്ഡ് ആണെങ്കിൽ അവർക്ക് ബ്രോഡ്ബാൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യും. ഇനി ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IEEE 802.16. ഇറ്റ് ഡിഫൈൻസ് ദ WAM വയർലെസ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ അതിനെ റീബ്രാൻഡ് ചെയ്തിട്ടാണ് എൻ്റെ പേര് വരുന്നത് വൈമാക്സ്. ഇനി 802.16 ഇതിൽ 2 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഒന്ന് ഫിക്സ്ഡ് വൈമാക്സും ഉണ്ട്, ഒന്ന് മൊബൈൽ വൈമാക്സും ഉണ്ട്. ഫിക്സ്ഡ് വൈമാക്സ് ആണെങ്കിൽ 802.16D എന്നും പറയും. ഇനി അത് മൊബൈൽ വൈമാക്സ് ആണെങ്കിൽ 802.16E എന്നും പറയും സ്റ്റാൻഡേർഡിൻ്റെ പേര്. ഇനി വൈമാക്സ് എന്തിനാണ്? ശരിക്കും പറഞ്ഞാൽ ഈ വൈമാക്സ് ക്യാൻ ഓഫർ ആൻ ആൾട്ടർനേറ്റീവ് ടു സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസ്. ഞാൻ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഒരു റൂറൽ ഏരിയാസിൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എത്താത്ത സ്ഥലത്ത് നമുക്ക് വൈമാക്സ് യൂസ് ചെയ്ത് നമുക്ക് ഇൻ്റർനെറ്റ് എത്തിക്കാം, വിച്ച് ഈസ് ആൻ ആൾട്ടർനേറ്റീവ് ടു സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസസ്. ഇനി മൊബൈൽ വൈമാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ IEEE 802.16A സ്റ്റാൻഡേർഡ് ആണ്, വിച്ച് പ്രൊവൈഡ്സ് ദ മൊബിലിറ്റി ആൻഡ് റോമിംഗ് ആക്സസ്. മൊബിലിറ്റിയും റോമിംഗ് ആക്സസും സപ്പോർട്ട് ചെയ്യുന്നതാണ് മൊബൈൽ വൈമാക്സ്. ഇനി ഈ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നത് ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ് യൂസ് ചെയ്യുന്നത്, OFDMA ഫോർ എയർ ഇൻ്റർഫേസ്. എന്തിനാണ്? ഫോർ ബെറ്റർ പെർഫോമൻസ് ഇൻ നോൺ ലൈൻ ഓഫ് സൈറ്റ് എൻവയോൺമെൻറ്റ്. നോൺ ലൈൻ ഓഫ് സൈറ്റ് എൻവയോൺമെൻറ്റ് പറഞ്ഞാൽ ഡയറക്റ്റ് കോണ്ടാക്ട്, ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് അല്ലാത്തതിന് വേണ്ടി ഈ ടെക്നോളജി ബെസ്റ്റാണ്. ബിക്കോസ് അത് യൂസ് ചെയ്യാൻ വളരെ മൊബൈൽ യൂസർ ആയതുകൊണ്ട് നമുക്ക് ഡയറക്ഷൻ കിട്ടൂല. സോ ലൈൻ ഓഫ് സൈറ്റ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് മതി? ഈ ടെക്നോളജി യൂസ് ചെയ്താൽ മതി ഫോർ ബെറ്റർ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ ഫ്രം നെറ്റ്വർക്ക് ടു ദ യൂസർ. ഇനി സ്പെക്ട്രം എന്ന് പറയുന്നത് ഈസ് ഡിവൈഡഡ് ഇൻറ്റു മെനി സബ് കാരിയർ ആൻഡ് ഗീവ്സ് ബെറ്റർ പെർഫോമൻസ് ഇൻ നോൺ ലൈൻ ഓഫ് സൈറ്റ് എൻവയോൺമെൻറ്റ്. മറ്റേത് ലൈൻ ഓഫ് സൈറ്റ് ആണെങ്കിൽ ഇത് നോൺ ലൈൻ ഓഫ് സൈറ്റ് എൻവയോൺമെൻറ്റിലാണ് നമ്മൾ മൊബൈൽ വൈമാക്സ് യൂസ് ചെയ്യുന്നത്. ഈച്ച് സബ് കാരിയർ എന്ന് വെച്ചാൽ നമ്മുടെ സ്പെക്ട്രം പല സബ് കാരിയറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ സബ് കാരിയറും യൂസ് ചെയ്യുന്നത് QPSK അല്ലെങ്കിൽ QAM മോഡുലേഷനാണ്. ഇനി വൈമാക്സ് എന്ന് പറയുന്നത് എലിമിനേറ്റ്സ് ദ കൺസ്ട്രെയിൻ ഓഫ് വൈഫൈ. ഞാൻ വൈഫൈയുടെ കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് വെർഷനാണ് വൈമാക്സ് എന്നും പറയാം.
Unlike Wi-Fi, WiMAX is intended to work outdoors over a long distance. കഴിഞ്ഞാൽ വൈമാക്സിൻ്റെ അച്ഛനായിട്ട് വരും വൈമാക്സ് എന്ന് പറയുന്നത്. വൈഫൈയുടെ അച്ഛനായിട്ട് വരും വൈമാക്സ് എന്ന് പറയുന്നത്. വൈമാക്സ് ഇസ് മോർ കോംപ്ലക്സ് ടെക്നോളജി ആൻഡ് ഹാസ് ടു ഹാൻഡിൽ ഇഷ്യൂസ് ഓഫ് ഇമ്പോർട്ടൻസ് സച്ച് ആസ് ക്വാളിറ്റി ഓഫ് സർവീസ് പിന്നെ അതാണ് QoS. ആക്ച്വലി വീൽ റൈറ്റ് ഇറ്റ് O സ്മോൾ ലെറ്റർ ആണ്. അത് ക്വാളിറ്റി ഓഫ് സർവീസ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ കാരിയർ ക്ലാസ്, റിലയബിലിറ്റി, ലൈൻ ഓഫ് സൈറ്റ്, ഇതെല്ലാം ഏതാണ് വൈമാക്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ വൈമാക്സ് എന്ന് പറയുന്നത് ഒരിക്കലും വൈഫൈയുടെ റിപ്ലേസ്മെൻ്റ് അല്ല. വൈമാക്സ് എന്ന് പറയുന്നത് വൈഫൈയുടെ റിപ്ലേസ്മെൻ്റ് അല്ല. ഇൻസ്റ്റെഡ് ദ ടു ടെക്നോളജീസ് ആർ കോംപ്ലിമെൻറ്റ് ടു ഈച്ച്. രണ്ട് ടെക്നോളജീസും കോംപ്ലിമെൻറ്റ് ടു ഈച്ച് അതറാണ്. ഒന്ന് വിത്തിൻ എ ഷോർട്ട് റേഞ്ച്, മറ്റേത് തന്നെ വെരി ലാർജ് റേഞ്ച്. റേഞ്ച് കൂടുന്തോറും അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടും. ഇപ്പോൾ വൈമാക്സ് കോംപ്ലക്സ് ആണ്, വൈഫൈ അത്രയും കോംപ്ലക്സ് അല്ല, വിത്തിൻ എ സ്മോൾ റീജിയനിൽ മാത്രം കവർ ചെയ്യാൻ വേണ്ടി ആണ്. വൈമാക്സ് വേണമെങ്കിൽ ലൈസൻസ്ഡ് യൂസ് ചെയ്യാം, അൺലൈസൻസ് സ്പെക്ട്രം യൂസ് ചെയ്യാം. അൺലൈസൻസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ISM ബാൻഡില്ല, അതെല്ലാം അൺലൈസൻസ്ഡ് ആണ്. എന്തിനാണ്? ടു ഡെലിവർ കണക്ഷൻ ടു ദ നെറ്റ്വർക്ക്. കണക്ഷൻ ഡെലിവർ ചെയ്യാൻ വേണ്ടി ഏത് സ്പെക്ട്രം ആണെങ്കിലും യൂസ് ചെയ്യാം. സ്പീഡ് എന്ന് പറയുന്നത് അറൗണ്ട് ഇറ്റ് ക്യാൻ ഓഫർ എ സ്പീഡ് ഓഫ് 70 Mbps ആൻഡ് ഒറിജിനൽ 802.16a സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ 10 to 600 GHz ആയിരുന്നു ഫ്രീക്വൻസി. ആൻഡ് 802.16d ദാറ്റ് ഈസ് ദ ഏറ്റവും 16d എന്ന് പറയുന്ന നേരത്തെ എന്തായിരുന്നു? ഫിക്സ്ഡ് വൈമാക്സ് ആയിരുന്നു. അപ്പോൾ ഫിക്സ്ഡ് വൈമാക്സിൻ്റെ ഫ്രീക്വൻസി ലെവൽ എന്ന് പറഞ്ഞാൽ റേഞ്ച് കുറവാണ്. 2 to 11 GHz ആയിരുന്നു. അപ്പോൾ തുടക്കത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ഇറക്കിയപ്പോൾ അവർ പറയുന്ന ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 10 to 66 GHz ആയിരുന്നു. പിന്നെ നമ്മളെ ഫിക്സ്ഡ് വൈമാക്സ് എത്തിയപ്പോൾ ദാറ്റ് ഈസ് 802.16d എന്ന് പറയുന്നത് ലോവർ ഫ്രീക്വൻസി റേഞ്ച് മാത്രമേ അലോ ചെയ്തിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഫ്രം 2 to 11 GHz. ഡിഫറെൻറ്റ് ബാൻഡ്സ് ആർ അവൈലബിൾ. പല ബാൻഡ്സ് അവൈലബിൾ ആണ് വൈമാക്സിന് വേണ്ടി ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ വേൾഡ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ദാറ്റ് ഈസ് 3.5 and 5.8 GHz ഫോർ ദ ഫിക്സ്ഡ് വൈമാക്സ് ആൻഡ് 2.3 മീൻസ് ലോവർ ഫ്രീക്വൻസി ആണ്. 2.3, 2.5, 3.5 GHz ഫോർ അവർ മൊബൈൽ വൈമാക്സ്. അടുത്തത് വൈമാക്സ് ആർക്കിടെക്ചർ. അതെന്ന് പറയുന്ന ഒരു യൂണിഫോംഡ് നെറ്റ്വർക്ക് ആർക്കിടെക്ചറാണ്. മീൻസ് ഫിക്സ്ഡ് ആയാലും മൊബൈൽ വൈമാക്സ് ആയാലും നൊമാഡിക് വൈമാക്സ് ആയിരിക്കും, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒറ്റ ആർക്കിടെക്ചർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതൊരു IP സർവീസ് മോഡലാണ്. മീൻസ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതാണ് നമ്മളുടെ സാധാരണ ഈ വൈമാക്സിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. ഇനി വൈമാക്സിൽ MS എന്ന് പറയുന്നത് മൊബൈൽ സ്റ്റേഷനാണ്. മൊബൈൽ സ്റ്റേഷൻ ആണ് നമ്മളെ യൂസറാണ് നമ്മളുടെ മൊബൈൽ സ്റ്റേഷൻ. യൂസർ എന്ത് ചെയ്യും? മൊബൈൽ നെറ്റ്വർക്കിനെ ആക്സസ് ചെയ്യും. എക്സാമ്പിൾ ആരാണ്? നമ്മളുടെ സെൽഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, PC, ഇതെല്ലാം നമ്മളെ മൊബൈൽ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യും. പിന്നെ വരുന്ന ഒരു സെക്ഷനാണ്, ഇതിൽ ശരിക്കും പറഞ്ഞാൽ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് MS മൊബൈൽ സ്റ്റേഷൻ, 2 ആക്സസ് സർവീസ് നെറ്റ്വർക്ക്, 3 കണക്ടിവിറ്റി സർവീസ് നെറ്റ്വർക്ക് CSN. ഓക്കെ, ഇനി മൊബൈൽ സ്റ്റേഷൻ എന്തെന്നറിയാം. മൊബൈൽ സ്റ്റേഷൻ എല്ലാം കൂടെ എവിടെ പോകും? ആക്സസ് സർവീസ് നെറ്റ്വർക്കിലോട്ട് പോകും. ഇനി ആക്സസ് സർവീസ് നെറ്റ്വർക്കിൽ മെയിനായിട്ട് വരുന്നത് ഒന്ന് നെറ്റ്വർക്ക് ആക്സസ് ചെയ്യണം. ഇപ്പോൾ നെറ്റ്വർക്ക് ആരുടെ ആയിരിക്കും? ഒരു കമ്പനിയുടെ. ആരായിരിക്കും? നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡറിൻ്റെ ആണ് ഈ നെറ്റ്വർക്ക് സർവീസ് ആക്സസ് സർവീസ് നെറ്റ്വർക്ക് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ജിയോയുടെ ആണെങ്കിൽ ഇത് ജിയോ ഓൺ ചെയ്തിരിക്കുന്ന ആക്സസ് സർവീസ് നെറ്റ്വർക്ക് ആയിരിക്കും. എയർടെലിൻ്റെ യൂസ് ചെയ്യുകയാണെങ്കിൽ എയർടെലിൻ്റെ ആക്സസ് സർവീസ് നെറ്റ്വർക്കുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ മൊബൈൽ. ഓക്കെ, ഇനി അതിൻ്റെ അകത്തുള്ളത് എന്താണ്? ബേസ് സ്റ്റേഷൻ. BS എന്ന് പറയുന്നത് ബേസ് സ്റ്റേഷൻ. ദാറ്റ് പ്രൊവൈഡ്സ് ഇൻ്റർഫേസ് ടു ദ മൊബൈൽ സ്റ്റേഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇൻ്റർഫേസ് കൊടുക്കാൻ വേണ്ടിയാണ് നമുക്ക് ബേസ് സ്റ്റേഷൻ ഇരിക്കുന്നത്. ഇനി ബേസ് സ്റ്റേഷനിൽ നിന്നും
ഇൻ്റർഫേസിൽ നിന്ന് എന്ത് കൊടുക്കും, നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കും. ഇനി വേറൊരു സ്ഥലത്ത് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, ഇതിൻ്റെ ട്രാഫിക്കിനെ റീഡയറക്റ്റ് ചെയ്യണം. ഇപ്പോൾ ട്രാഫിക് കൺട്രോൾ, നെറ്റ്വർക്ക് ആക്സസിൻ്റെ ജിയോൻ്റെ പുറത്തുള്ള നെറ്റ്വർക്ക് ആക്സസിൻ്റെ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യും, ASN ഗേറ്റ് വേ യൂസ് ചെയ്യും. ASN എന്ന് പറയുന്നത് ആക്സസ് സർവീസ് നെറ്റ്വർക്ക് ഗേറ്റ് വേ വിച്ച് കൺട്രോൾസ് ദ ട്രാഫിക് കൺട്രോൾ യൂസ് ചെയ്യും. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇനി പിന്നെ വരുന്നത് ഇത് നമ്മളുടെ ആക്സസ് സർവീസ് നെറ്റ്വർക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു IP നെറ്റ്വർക്കാണ്. IP നെറ്റ്വർക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള നമ്മുടെ സർവീസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ്റർനെറ്റ്, പബ്ലിക് നെറ്റ്വർക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. അപ്പോൾ നമ്മളെ ജിയോ നമ്മളുടെ ആക്സസ് തരും. ആക്സസ് എവിടെ പോകും, IP നെറ്റ്വർക്കിലോട്ട് പോകും. IP നെറ്റ്വർക്കിൽ നിന്ന് എല്ലാം ബാക്കി കണക്ടിവിറ്റി സർവീസ് നെറ്റ്വർക്ക്, ബാക്കി കണക്ടിവിറ്റീസ്, ഇപ്പോൾ ഇന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം, അപ്പോൾ ഈ വെബ്സൈറ്റ് നമ്മുടെ കണക്ടിവിറ്റി എങ്ങോട്ട് പോകും, ആ കറസ്പോണ്ടിങ് ലൊക്കേഷനിലോട്ട് റീഡയറക്റ്റ് ചെയ്യും. ഏത് വഴി കൂടെ, നമ്മളുടെ സർവീസ് പ്രൊവൈഡർ തരുന്ന ആക്സസ് സർവീസ് നെറ്റ്വർക്ക് വഴി നമുക്ക് സർവീസസ് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ദ connectivity service network is a set of functions that related to the network offering IP services ഓഫർ ചെയ്യും. പിന്നെ എന്തൊക്കെ വരാം, ഒന്ന് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ കിട്ടും. പിന്നെ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിൽ ആക്സസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടും. പബ്ലിക് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഗവൺമെൻറ് നമ്മൾ കോളേജിലെ നെറ്റ്വർക്ക് പുറത്ത് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പബ്ലിക്കായി, അകത്ത് മാത്രം യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് വിത്തിന്നെ സ്റ്റാഫ് മെമ്പേഴ്സിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെന്താവും, പ്രൈവറ്റ് നെറ്റ്വർക്കായിട്ട് മാറും. ഇനി അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് സർവീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, പിന്നെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ, പിന്നെ ഒരാൾക്ക് ഇന്ന പോളിസി മാനേജ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി, റോമിംഗ് സപ്പോർട്ട് ചെയ്യാൻ, ലൊക്കേഷൻ മാനേജ്മെൻറ്റ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ആക്സസ് സർവീസ് നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, മൊബിലിറ്റി ആൻഡ് റോമിംഗ് ബിറ്റ്വീൻ ആക്സസ് സർവീസ് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഒരു ലൊക്കേഷനിൽ നിന്നും വേറെ ലൊക്കേഷനിൽ പോകുമ്പോൾ അനുസരിച്ചുള്ള പല ഫാക്ടേഴ്സ് എല്ലാം ആര് കൺട്രോൾ ചെയ്യും, കണക്ടിവിറ്റി സർവീസ് നെറ്റ്വർക്ക് കൺട്രോൾ ചെയ്യും. ഇനി ഇതിൻ്റെ അകത്ത് കണക്ടിവിറ്റി ആക്സസ് സർവീസ് നെറ്റ്വർക്കിൽ ഉള്ളത് AAA മീൻസ് ഓതൻറ്റിക്കേഷൻ, ഓതൻറ്റിക്കേഷൻ, അഥോറൈസേഷൻ ആൻഡ് അക്കൗണ്ടിങ് സർവീസസ്. ഇതാണ് 3A എന്ന് പറയുന്നത്. വിച്ച് ഈസ് യൂസ് ടു സർവ് ഓൺ ഡിമാൻഡ് സബ്സ്ക്രിപ്ഷൻ. നമുക്ക് നമുക്ക് ഡേറ്റ പാക്ക് യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഡേറ്റ പാക്ക് യൂസ് ചെയ്യുമ്പോൾ അനുസരിച്ച് അത് ഇന്ന ആളാണോ ഡേറ്റ പാക്ക് യൂസ് ചെയ്യുന്നത്, ഇയാൾ ശരിക്കും ഓതറൈസ്ഡ് ആണോ യൂസ് ചെയ്യാൻ വേണ്ടി, ഇത് ഏത് അക്കൗണ്ടിലോട്ടാണ് പോകണം, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് AAA ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി എന്ത് വരാം, ഇനി ഉള്ളത് അവിടെ നിന്ന് ഇൻ്റർനെറ്റിലോട്ട് പോകാം, പിന്നെ വേണമെങ്കിൽ വേറൊരു IP നെറ്റ്വർക്കിലോട്ട് പോകാം. ഇനി PSTN എന്നറിയാം, പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ലാൻഡ് ലൈൻ. പിന്നെ വരുന്നത് OSS ഓർ BSS എന്ന് പറയുന്നത് ഓപ്പറേഷൻ സപ്പോർട്ട് സിസ്റ്റമാണ്. OSS ഓപ്പറേഷൻ സപ്പോർട്ട് സിസ്റ്റം. ഈ ഓപ്പറേഷനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ഓപ്പറേഷൻ സപ്പോർട്ട് സിസ്റ്റം. ബിസിനസ് ഓപ്പറേഷൻ സിസ്റ്റം അല്ല, ബിസിനസ് ഓപ്പറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്യാഷ് പേയ്മെൻറ്റ് നമ്മൾ ജിയോയിലോ എയർടെലിനോ പൈസ അടയ്ക്കുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനും, ഓപ്പറേഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ജിയോ നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സിസ്റ്റമാണ്. അങ്ങനെ ജിയോ നെറ്റ്വർക്ക് ഏത് നെറ്റ്വർക്ക് ആയാലും. ബാക്കി ഇനി വരുന്നത് 3GPP വിച്ച് ഈസ് ദ തേർഡ് ജനറേഷൻ സ്റ്റാൻഡേർഡ് ആണ്. അത്ര അറിഞ്ഞാൽ മതി. ഒരു 3GPP 2 എന്നേ കൊടുത്തിട്ടുള്ളൂ, തേർഡ് ജനറേഷൻ സ്റ്റാൻഡേർഡ്. പിന്നെ ഉള്ളത് MIPHA MIP എന്ന് പറയുന്നത് മൊബൈൽ IP ഹോം ഏജൻ്റ് ആണ്. വിച്ച് ഈസ് എ റൗട്ടർ ടു കീപ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിവൈസ് ലൊക്കേഷൻ. ആ ഒരു റൗട്ടർ എന്ത് ചെയ്യും, നമ്മളുടെ ഡിവൈസ് ലൊക്കേഷൻ ആരാണ് ആക്സസ് ചെയ്യുന്നത്, ഇൻഫർമേഷൻ ആക്സസ്, അതിൻ്റെ ഡിവൈസ് ലൊക്കേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് IMPHA യൂസ് ചെയ്യുന്നത്. ഇറ്റ് സെർവ്സ് ആസ് എൻ
serves as a for ensuring quality of service. പിന്നെ റോമിംഗ്, സെക്യൂർ റോമിംഗ് ആണോ, ക്വാളിറ്റി ഓഫ് സർവീസ് എത്തുന്നുണ്ടോ, ഇതെല്ലാം വേണ്ടി എന്ത് യൂസ് ചെയ്യും? MIPH യൂസ് ചെയ്യും. ഇനി അടുത്തതെന്ന് പറയുന്നത് വൈമാക്സ് സ്പെക്ട്രം അലൊക്കേഷൻ. നേരത്തെ പറഞ്ഞ തന്നെയാണ് സ്പെക്ട്രം ഏതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് ഒറിജിനലിൽ 10 to 66 GHz ആയിരുന്നു. പിന്നെ ഏറ്റവും ഫിക്സ്ഡ് വൈമാക്സ് വന്നപ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞു, 2 to 11 GHz ആയിട്ട് മാറി. പിന്നെ അത് കൺട്രി അനുസരിച്ച് ഓരോ ലൊക്കേഷൻസ് കൺട്രി അനുസരിച്ച് അത് വേരിയേഷൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസീസ് ഇതെല്ലാം ആണ്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കൺട്രീസ്. ഇനി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്ന് മൾട്ടി ഫങ്ഷനാലിറ്റിയാണ്. മീൻസ് നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാം, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാം, അതേ സമയത്ത് ടെലിഫോൺ സർവീസസ് പ്രൊവൈഡ് ചെയ്യാം, ഡേറ്റ സർവീസ് പ്രൊവൈഡ് ചെയ്യാം, വീഡിയോ സ്ട്രീമിംഗ് പ്രൊവൈഡ് ചെയ്യാം, വോയിസ് ആപ്ലിക്കേഷൻസിനെ സപ്പോർട്ട് ചെയ്യാം. ഇതെല്ലാം വൈമാക്സ് യൂസ് ചെയ്യും. പിന്നെന്താണ് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹൈ സ്പീഡ് വോയിസും ഡേറ്റ ട്രാൻസ്ഫറിനും ഓവർ എ ലോങ് ഡിസ്റ്റൻസിന് എന്ത് യൂസ് ചെയ്യാം? വൈമാക്സ് യൂസ് ചെയ്യാം. ഷോർട്ടർ ഡിസ്റ്റൻസിന് എന്ത് മതിയായിരുന്നു? വൈഫൈ മതിയായിരുന്നു. ബട്ട് ഇഫ് യു വാണ്ട് ടു ട്രാൻസ്ഫർ ഹൈ സ്പീഡ് വോയിസ് ആൻഡ് ഡേറ്റ ഓവർ എ ലോങ് ഡിസ്റ്റൻസ്, വൈമാക്സ് ഇസ് ബെസ്റ്റ് കമ്പയർഡ് ടു വൈഫൈ. പിന്നെ ഒരു സിംഗിൾ വൈമാക്സ് ബേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു കുറേ യൂസേഴ്സ് അറ്റ് എ ടൈം ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അത് സെർവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ചീപ്പർ ആൾട്ടർനേറ്റീവ് ടു ദ ബ്രോഡ്ബാൻഡ് വയർഡ് ടെക്നോളജി. നമ്മൾ സാധാരണ ബ്രോഡ്ബാൻഡ് ഇല്ലേ, വയർഡ് ബ്രോഡ്ബാൻഡിനെ കാട്ടി ചീപ്പറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. And it's a much faster deployment of newer user as compared to wired deployment. എന്ന് വെച്ചാൽ ഒരു വയർഡ് ബ്രോഡ്ബാൻഡ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അത് ആദ്യം ലൊക്കേഷനിൽ അവിടെ ബ്രോഡ്ബാൻഡ് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വീട് വരെ വയറ് വലിച്ചിട്ട് അവിടെ നിന്നിട്ട് എക്സ്റ്റൻഷൻ ഇടും. എന്നിട്ട് അതിൻ്റെ പൈസ മൊത്തം വാങ്ങിക്കും. ഇതാണ് ഡിപ്ലോയ്മെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ കേസിൽ അങ്ങനെയും ഇത് വയർലെസ്സിലായതുകൊണ്ട് നമുക്ക് ഈസി ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ഒരു പുതിയ യൂസർ പെട്ടെന്ന് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഹയർ സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റും, ഹയർ കവറേജ് റീജനും ആണ്, ആൻഡ് പെർഫോമൻസും ബെറ്റർ ആണ് വിത്ത് മൊബൈൽ വൈമാക്സ്. പിന്നെ അത് അൺലൈസൻസ്ഡ് ഫ്രീക്വൻസി ബാൻഡ് യൂസ് ചെയ്യും. സെൽഫോൺസ് എല്ലാം ലൈസൻസ്ഡ് ബാൻഡാണ്. ബട്ട് വൈമാക്സ് വേണമെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ വർക്ക് ഇൻ അൺലൈസൻസ്ഡ് ഫ്രീക്വൻസി സ്പെക്ട്രം. ഇനി സെല്ലുലാർ ലൈക്ക് പെർഫോമൻസ് കിട്ടും. സെൽഫോൺ ലൈക്ക് പെർഫോമൻസ് എന്തിനു കിട്ടും? മൊബൈൽ വൈമാക്സിന് അച്ചീവബിൾ ആണ്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് സൈറ്റ് കണക്ഷൻ. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് സൈറ്റ് കണക്ഷൻ ഈസ് നീഡഡ് ഫോർ സബ്സ്ക്രൈബേഴ്സ് ദാറ്റ് ആർ ലൊക്കേറ്റഡ് ഫാർ ഡിസ്റ്റൻസ് ഫ്രം ദ വൈമാക്സ് ബേസ് സ്റ്റേഷൻ. ഒരു ദൂരെയുള്ള ഒരു യൂസറിന് ദൂരെയുള്ള വൈമാക്സ് ബേസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അത് കണക്ഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ബേസ് സ്റ്റേഷനുണ്ട്, കുറേ ദൂരത്ത് നമ്മൾ മൊബൈൽ യൂസറും ഉണ്ട്, അല്ലെങ്കിൽ മൊബൈൽ സ്റ്റേഷനുണ്ട്. ഇപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് ഇല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും വൈമാക്സിൻ്റെ കേസിൽ. ഇനി വൈമാക്സ് യൂസ് ചെയ്യുന്നത് GHz റേഞ്ചാണ്. മീൻസ് അതൊരു ബാഡ് ക്ലൈമറ്റ് കണ്ടീഷൻസ് എന്ത് പറ്റും? വൈമാക്സ് സിഗ്നല് വീക്ക് ആവാം, അല്ലെങ്കിൽ ലോസ് ഓഫ് ഇൻഫർമേഷൻ കണക്ഷൻ പറ്റും. ഇനി വൈമാക്സ് എന്ന് പറയുന്നത് വളരെ പവർ കൺസ്യൂമിങ് ടെക്നോളജിയാണ്. ആൻഡ് അതിന് എന്ത് വേണം? ഒരു സിഗ്നിഫിക്കൻറ്റ് പവർ സപ്പോർട്ട് വേണം, ഇലക്ട്രിക്കൽ പവർ സപ്പോർട്ട് വേണം. ഇനി ഈ ഹൈ ഇനിഷ്യൽ കോസ്റ്റ് ആണ്. കാരണം ഇപ്പോൾ ആ ഒരു ഏരിയയിൽ ഒരു ബേസ് സ്റ്റേഷൻ ഇല്ലെങ്കിൽ ആദ്യം ആ ബേസ് സ്റ്റേഷനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ലൊക്കേഷൻ കണ്ടുപിടിക്കണം. ലൊക്കേഷൻ കൊടുത്തിട്ട് ആ ലൊക്കേഷന് മുകളിൽ ബേസ് സ്റ്റേഷൻ പുതിയൊരു ഫ്രഷ് വൈമാക്സ് ബേസ് സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു ഇനിഷ്യൽ കോസ്റ്റ് കൂടുന്നത്. പിന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ കോസ്റ്റ് അഡീഷണൽ. അതിനെന്ത് വേണം? സ്കിൽഡ് മാൻ പവർ റിക്വയർമെൻറ്റ് ഉണ്ട്. ഇനി വൈമാക്സ് എന്ന് പറയുന്നത് ഐഡിയൽ കണ്ടീഷനിൽ
70 Mbps കൊടുക്കും. 70 Mbps ഇൻ ദ റേഞ്ച് കിട്ടും. ബട്ട് പ്രാക്ടിക്കൽ കേസിൽ പറ്റൂല. ഇഫ് ദ യൂസർ സ്റ്റേസ് എവേ ഫ്രം, ദൂരെ എവിടെയെങ്കിലും ലൊക്കേഷൻ നിൽക്കുകയാണെങ്കിൽ സ്പീഡ് എന്ത് പറ്റും? ഡ്രാസ്റ്റിക്കലി കുറയും. ഓക്കെ. പിന്നെ ലാക്ക് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു 100,000 പേര് ഒരു ലൊക്കേഷനിൽ ഒരു ടവറിൻ്റെ കീഴെ എല്ലാം കൂടി നെറ്റ് യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ ക്വാളിറ്റി എന്താവും? ഓട്ടോമാറ്റിക്കലി കുറയും. മീൻസ് ഒരാൾക്ക് കിട്ടുന്ന സ്പീഡ് വളരെ ഡ്രാസ്റ്റിക്കലി കുറയും. ഇനി ഇത് ഔട്ട് ഓഫ് സിലബസാണ്, ബട്ട് അറിഞ്ഞിരിക്കണം വൈമാക്സും വൈഫൈ തമ്മിലുള്ള ഡിഫറൻസ്. വൈഫൈ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IEEE 802.11x. എന്ന് പറയുന്നത് AO BO ABAS എല്ലാം വരാം സ്റ്റാൻഡേർഡ്സ്. വൈമാക്സ് എന്ന് പറയുന്നത് IEEE 802.16x എന്ന് പറയുന്നത് അതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് ABCD എല്ലാം വരാം. ഓക്കെ. ഇനി വൈമാക്സ് എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആപ്ലിക്കേഷന് മാത്രമാണ്. വൈഫൈ എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന് മാത്രമാണ്. വൈമാക്സ് എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഞാൻ വലിയൊരു റേഞ്ച് ജോഗ്രഫിക്കൽ റീജിയൻ കവർ ചെയ്യുന്നതിന് വേണ്ടിയാണ് വൈമാക്സ് യൂസ് ചെയ്യുന്നത്. വൈഫൈക്ക് ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് സർവീസസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വൈമാക്സ് ആയിരിക്കും ദൂരെയുള്ള സർവീസസ് പറഞ്ഞാൽ ലൊക്കേഷൻ മൊത്തം ആക്സസ് ചെയ്യുന്നതുകൊണ്ട് ക്വാളിറ്റി ഓഫ് സർവീസസ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഗ്യാരണ്ടി ചെയ്താലേ അതിന് യൂസ് ഉള്ളൂ. ഇനി വൈമാക്സ് എന്ന് പറയുന്നത് വൈഫൈ എന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത് 100 meters ആണ്. വേറസ് വൈമാക്സ് നെറ്റ്വർക്കിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 50 to 90 kilometers ആണ്. ഇനി വൈഫൈ മാക് അഡ്രസ് യൂസസ് CSMA CA പ്രോട്ടോകോൾ വിച്ച് ഈസ് നോട്ട് കണക്ഷൻ ഓറിയൻറ്റഡ് അല്ലാത്ത CSMA CA പ്രോട്ടോകോളാണ്. വൈമാക്സ് എന്ന് പറയുന്നത് കണക്ഷൻ ഓറിയൻറ്റഡ് ഇൻ നേച്ചറാണ്. കണക്ഷനായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അതിൻ്റെ നേച്ചർ വരുന്നത്. ഇനി വൈഫൈ ഈസ് ഷോർട്ട് റേഞ്ച് ടെക്നോളജിയാണ്. വൈമാക്സ് എന്ന് പറയുന്നത് ലോങ് റേഞ്ച് ടെക്നോളജിയാണ്. വൈഫൈ കണക്ഷൻ ക്യാൻ ട്രാൻസ്മിറ്റ് അപ് ടു 54 Mbps, whereas a WiMAX connection can transmit up to 70 Mbps. And this is the difference or the variations between Wi-Fi and WiMAX. സിലബസിലില്ല, ബട്ട് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. കാര്യം രണ്ടും ഇൻഡയറക്റ്റ്ലി ഉണ്ട്, വേണമെങ്കിൽ ചോദിക്കാം.